चैप्टर 3 कैसा पुरस्कार। पुरस्कार गिफ्ट। अध्यापक जी गणित का सवाल समझा रहे थे। गोपाल कृष्ण बड़े ध्यान से सुन रहा था। अध्यापक टीचर गणित मैथ्स സവാൽ ക്വസ്റ്റ്യൻ. ടീച്ചർ മാത്സിലത്തെ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി തരുമായിരുന്നു. ഗോപാൽ കൃഷ്ണ ബഡേ ധ്യാൻ സേ സുൻ രഹാ ഥാ. ഗോപാൽ കൃഷ്ണ എന്ന കുട്ടി ഭയങ്കര ശ്രദ്ധയോടെ അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. छुट्टी होने वाली थी. बच्चे घर जाने की जल्दी में थे. സ്കൂളിൻ്റെ ലീവ് ആവാൻ പോകുമായിരുന്നു. കുട്ടികൾ വീട്ടിൽ പോകാൻ വേണ്ടി തിരക്കിടായിരുന്നു. इसलिए उनका ध्यान सवालों की तरफ नहीं था. അത് കാരണം അവരുടെ ശ്രദ്ധ ഈ മനസ്സിലാക്കി തരുന്ന ചോദ്യങ്ങളുടെ അവരുടെ ശ്രദ്ധ വീട്ടിൽ പോണേനായിരുന്നു. ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങളിലല്ലായിരുന്നു. तभी अध्यापक जी ने कहा അപ്പോൾ ടീച്ചർ പറഞ്ഞു, ये 10 प्रश्न गृहकार्य के लिए है. मैं सोमवार को सबकी कापियाँ देखूँगा. ഈ 10 പ്രശ്നങ്ങൾ ഗൃഹകാര്യ ഹോംവർക്കിന് വേണ്ടിയിട്ടാണ്. സോംവാർ ഞാൻ മൺഡേ എല്ലാവരുടെയും കോപ്പികൾ ചെക്ക് ചെയ്യും. സബ് പ്രശ്ന സഹി സഹി ഹൽ കർക്കെ ലാന. എല്ലാവരും ഈ ക്വസ്റ്റ്യനുകൾ സോൾവ് ചെയ്തിട്ട് വരണം. എല്ലാ കുട്ടികളും ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ട് വേണം വരാൻ തിങ്കളാഴ്ച. ഗോപാൽ ഘർ പहुंचा. ഗോപാൽ വീട്ടിലെത്തി. खाना खाया और गृह कार्य करने बैठ गया. ഭക്ഷണം കഴിച്ചു, എന്നിട്ട് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നു. उसने जल्दी ही 8 प्रश्न हल कर लिए. വേഗം തന്നെ 8 ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തി. 9वें प्रश्न में कुछ अधिक समय लगा. 9ാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ കുറച്ച് അധികം സമയമെടുത്തു. और 10वां तो निकला ही नहीं. 10ാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനേ പറ്റിയില്ല. ഗോപാലിനെ ബഹുത് കോശിഷ് കി. കുറേ പ്രയാസപ്പെട്ടു, നല്ലോണം ട്രൈ ചെയ്തു. ഫിർ ഹാർക്കർ ഉസേ ഛോഡ് ദിയ. പിന്നെ ഹാർക്കർ പറഞ്ഞാൽ ഇവിടെ തോറ്റു എന്നല്ല, നമ്മൾ സോൾവ് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് സോൾവ് ചെയ്തിട്ടും കിട്ടാത്തപ്പോൾ ഒരു അനുഭവം ഉണ്ടാവില്ലേ, അതാണ്. എന്നിട്ട് വിട്ടു. ഉസ്നെ സോച്ച യഹ പ്രശ്ന അധ്യാപക് ജി സേ ഹി സമജ് ലൂങ്ക. ഈ പ്രശ്നം ഈ ക്വസ്റ്റ്യൻ ടീച്ചറുടെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കിക്കോളാം. ദൂസറേ ദിൻ രവിവാർ ഥാ. അടുത്ത ദിവസം രവിവാർ, സൺഡേ ആയിരുന്നു, ഞായറാഴ്ചയായിരുന്നു. ഗോപാൽ കെ ചച്ചേരെ ഭായ് ഉസ്കെ ഘർ ആയേ. ഗോപാലിൻ്റെ ചച്ചേരെ ഭായ് പറഞ്ഞ ഇളയച്ചൻ്റെ മകൻ വീട്ടിൽ വന്നു. വേ ബഡി കക്ഷാമേ പഠിത്തേ ഥേ. അവൻ വലിയ ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നത്. ഗോപാൽ നെ ഉൻസെ പ്രശ്ന സംജാനെ കോ കഹ. ഗോപാൽ അവരുടെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് തരുമോ, ഒന്ന് മനസ്സിലാക്കി തരുമോ എന്നൊന്ന് ചോദിച്ചു. ഭായ് നെ തുരന്ത് ഉസെ ഹൽ കർ ദിയ. ഏട്ടൻ വേഗം തന്നെ അത് സോൾവ് ചെയ്തു. ഗോപാൽ നെ കോപ്പി പർ ഉതാർ ലിയ പർ സംജാ നഹീ ക്യോങ്കി ഭായ് കെ പാസ് സംജാനെ കാ സമയ ന ഥാ. ഗോപാൽ അത് സോൾവ് ചെയ്തത് വേഗം കോപ്പിയിൽ എഴുതി, പക്ഷേ മനസ്സിലാക്കിയില്ല, കാരണം ആ ഏട്ടന് മനസ്സിലാക്കി കൊടുക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല. സോമവാർ കോ അധ്യാപക് ജി നെ സബ്സെ പൂച്ചാ കി കോൺ പ്രശ്ന കർക്കെ ലായാ ഹെ. തിങ്കളാഴ്ച ആയപ്പോൾ ടീച്ചർ ചോദിച്ചു, ആരൊക്കെയാണ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. കോപ്പിയാ ദേഖി. കോപ്പീസ് നോക്കി. കേവൽ ഗോപാൽ നെ ഹി അപ്നാ ഹാത്ത് ഉഠായ. ക്ലാസ്സിൽ മുഴുവൻ ഗോപാൽ മാത്രമായിരുന്നു കൈപൊക്കിയത്, ചെയ്തു എന്ന് പറഞ്ഞത്. ഉസ്നെ സബ് സവാൽ കിയേ ഥേ. അവൻ എല്ലാ പ്രശ്നങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർ സഭി ഠീക് ഥേ. എല്ലാം ശരിയുമായിരുന്നു.
അധ്യാപക് ജി ബഹുത് പ്രസന്ന ഹുവെ. ടീച്ചർ നല്ലോണം ഹാപ്പിയായി, സന്തോഷിച്ചു. ക്ലാസ്സിൽ മുഴുവൻ ഗോപാൽ മാത്രമല്ല ചെയ്തത്, അതും ശരി ഉത്തരം. അപ്പോൾ ടീച്ചറിന് വളരെയധികം സന്തോഷമായി. ഉൻഹോനെ ഗോപാൽ കി പീഠ് ടോക്കി. പീഠ് ടോക്കി മുതുകത്തടിച്ചു. ഈ ഷബാഷ് പറയില്ലേ, അതുപോലെ നല്ല കുട്ടി എന്ന രീതിയിൽ പീഠ് ടോക്കി, പീഠ് പറഞ്ഞ മുതുകത്തടിച്ചു. വേ ബോലെ ഗോപാൽ കെ ലിയെ സബ് താലിയാ ബജായെ. താലിയാ ക്ലാപ്പ്. ടീച്ചർ പറഞ്ഞു, ഗോപാൽ ശരി ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് എല്ലാവരും ക്ലാപ്പ് അടിക്കൂ. ഗോപാൽ യേ ലോ അപ്നാ പുരസ്കാർ. എന്നിട്ടൊരു ഗിഫ്റ്റും കൊടുത്തു. ഗിഫ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന നിൻ്റെ പുരസ്കാരം. ഗോപാൽ നെ ഹാത്ത് ആകെ നഹി ബഡായെ. ടീച്ചർ ഗിഫ്റ്റ് നീട്ടി, പക്ഷേ ഗോപാൽ അത് വാങ്ങിയില്ല. വേ ബോല, ഗുരുജി മുझे ये इनाम लेने का कोई अधिकार नहीं. അവൻ പറഞ്ഞു, ടീച്ചർ എനിക്ക് ഈ ഗിഫ്റ്റ് വാങ്ങാനുള്ള ഒരു അധികാരവും ഇല്ല. मैंने एक प्रश्न स्वयं नहीं किया. ഞാൻ ഒരു ക്വസ്റ്റ്യൻ സ്വന്തമല്ല ചെയ്തത്. मेरे भाई ने किया है. എൻ്റെ ഏട്ടനാണത് ചെയ്തത്. मैंने तो उसे केवल कॉपी पर उतारा ही है. ഞാൻ വെറുതെ അത് കോപ്പിയിൽ നോക്കി എഴുതിയതേ ഉള്ളൂ. ठीक से समझा भी नहीं. എങ്ങനെയാ ചെയ്തതെന്നും കൂടി മനസ്സിലാക്കിയിട്ടില്ല. सच कहता हूँ मैं अब भी यह प्रश्न हल नहीं कर सकता. സത്യം പറയുകയാണെങ്കിൽ എനിക്കിപ്പോഴും ഈ പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നറിയില്ല. ഇത്തന കഹത്തെ കഹത്തെ ഗോപാൽ കി ആँखों में आंसू आ गए. ഇത് പറഞ്ഞുകൊണ്ട് ഗോപാലിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. വേ ദൃഷ്ടി നീച്ചെ കിയേ ഖടാ രഹ. ദൃഷ്ടി കണ്ണ്, അവൻ കണ്ണ് താഴ്ത്താക്കിയിട്ട് നോക്കിക്കൊണ്ടിരുന്നു. ഈ തെറ്റ് ചെയ്താൽ താഴേക്ക് ആക്കൂലോ കണ്ണ്, അങ്ങനെ. അധ്യാപക് ഗോപാൽ കി ബാത് സുൻകർ ദംഗ് രഹ ഗയെ. ടീച്ചർ ഗോപാലിൻ്റെ ഈ സംസാരം കേട്ടിട്ട് ആശ്ചര്യപ്പെട്ടു. ദംഗ് രഹ ഗയെ, ആശ്ചര്യപ്പെട്ടു. വേ ബോലെ ഗോപാൽ തുമാരി സച്ചായി और ईमानदारी पर मैं बहुत प्रसन्न हूँ. സച്ചായി, ഈ സത്യസന്ധതയ്ക്കും ഈമാൻദാരി സത്യത്തിനും സത്യസന്ധതയും സത്യവും കേട്ടിട്ട് ഞാൻ വളരെയധികം സന്തോഷിച്ചിരിക്കുന്നു. ഹാ മുझे തും പർ ഗർവ് ഹെ. ഐ ആം പ്രൗഡ് ഓഫ് യു ഗോപാൽ. അങ്ങനെ. വേ പുരസ്കാർ അബ് ബി തുമാരാ ഹെ. ആ ഗിഫ്റ്റ് നിനക്കുള്ള തന്നെയാണ്. അബ് യഹ തുമാരി ഈമാൻദാരി കെ ലിയേ ഹെ. ഇത് നിൻ്റെ സത്യസന്ധതയ്ക്കുള്ള പുരസ്കാരമാണ്. सच्चाई तथा ईमानदारी की भावना से भरे इस बालक गोपाल कृष्ण गोखले का जन्म 9 मई 1866 को महाराष्ट्र के रत्नगिरी जिले के एक छोटे से गांव में हुआ था. ഈ സത്യസന്ധതയും സത്യം നിറഞ്ഞുള്ള ഈ കുട്ടി പേര് ഗോപാൽ കൃഷ്ണ ഗോഖലെയുടെ ജന്മം 9 മെയ് 1866 മഹാരാഷ്ട്രയിലെ രത്നഗിരി എന്ന ഗ്രാമത്തിലാണ് ഉണ്ടായത്. പിതാ कृष्णराव गोखले तथा माता सत्यभामा भाई ने बचपन से ही गोपाल को स्वाभिमान और ईमानदारी का पाठ पढ़ाया था. അച്ഛൻ കൃഷ്ണരാവ് ഗോഖലെയും അമ്മ സത്യഭാമ ഭായ് എന്ന അമ്മയും ചെറുപ്പം മുതൽ ഗോപാലിനെ സ്വാഭിമാൻ, സെൽഫ് റെസ്പെക്റ്റ്, സ്വയം ആദരവും ഈമാൻദാരി, സത്യത്തെക്കുറിച്ചുള്ള പാഠങ്ങളാണ് പഠിപ്പിച്ചിരിക്കുന്നത്. മാ രാത് ദിൻ പൗരാണിക് കഹാനിയാ സുനാത്തി തോ പിതാ വീർ ദേശഭക്തോ കെ കിസ്സെ. അമ്മ ഇതിഹാസ സംബന്ധമായ കാര്യങ്ങളും പഠിപ്പിക്കുകയാണെങ്കിൽ അച്ഛൻ സ്വതന്ത്ര സേനാനിയെക്കുറിച്ചുള്ള കഥകളാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ബാലക് ഗോപാൽ സബ് കിസ്സെ കഹാനിയ ധ്യാൻപൂർവക് സുൻത്തെ. നല്ല ശ്രദ്ധയോടെയാണ് ഈ ചെറിയ കുട്ടി ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരുന്നത്. യഹി ഗോപാൽ ഭാരത് കി ആസാദി കെ ലിയെ ലഡ്നെ വാലെ സ്വതന്ത്രതാ സേനാനി ഗോപാൽ കൃഷ്ണ ഗോഖലെ थे. ഈ ഗോപാൽ തന്നെയാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി
ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു സോൾജർ. പേര് गोपाल कृष्ण गोखले. अंग्रेज सरकार की नीतियों के खिलाफ उन्होंने आवाज़ उठाई. ബ്രിട്ടീഷ് സർക്കാരില്ലേ പഴയ ഫ്രീഡം കിട്ടണതിൻ്റെ സ്വാതന്ത്ര്യം കിട്ടണതിൻ്റെ മുമ്പത്തെ ഉള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കുറേ റൂൾസ് നിയമങ്ങളുടെ വിരുദ്ധമായി गोपाल कृष्ण गोखले നിറയെ ശബ്ദമുയർത്തിയിട്ടുണ്ടായിരുന്നു. അനേക് പത്ര ഓർ നിശുൽക്ക് ലേഖ് ലിഖെ, കുറേ പത്രങ്ങളും പിന്നെ ഫ്രീ ഓഫ് കോസ്റ്റ്, നിശുൽക്ക് പറഞ്ഞാൽ പൈസ ഇല്ലാത്ത കുറേ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നു. 1885 में उन्होंने कांग्रेस की प्रथम राष्ट्रीय सभा में भाषण दिया. 1885 അന്നത്തെ നാഷണൽ അസംബ്ലി കോൺഗ്രസിൻ്റെ ആദ്യത്തെ നാഷണൽ അസംബ്ലിയിൽ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. उनके जोशीले और प्रभावशाली भाषणों ने जन जन का मन मोह लिया. ജോഷിയിലെ നല്ല ഉശിരുള്ളതും പ്രഭാവശാലി മനസ്സിൽ തട്ടുന്ന പ്രസംഗങ്ങൾ കേട്ടിട്ട് അപ്പോഴത്തെ ആൾക്കാരുടെ മനസ്സിൽ അത് നല്ലോണം പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പ്രസംഗങ്ങൾ അത്രയ്ക്കും ജനങ്ങളിൽ ആകർഷിച്ചിരുന്നു. गोखले को भारतीयों की गरीबी सदा कचोटती रही. പക്ഷേ ഈ ഗോഖലെക്ക് നമ്മളുടെ ഭാരതത്തിൻ്റെ പാവങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. കച്ചോട്ടത്തി, ഗരീബി, കച്ചോട്ടത്തി, അലട്ടുക. उन्होंने अंग्रेज़ अफसरों के टाट बाट पर होने वाले खर्चों का कड़े शब्दों में विरोध किया. അവർ ബ്രിട്ടീഷ് ഓഫീസേഴ്സിൻ്റെ ഭാഗ്യത്തിൻ്റെ കണക്ക് പുസ്തകത്തിൻ്റെ ഓരോ കണക്കുകളും അതിൻ്റെ എതിരെ തന്നെ ഭയങ്കര കഠിനമായ ക്രൂരമായ ശബ്ദത്തിൽ തന്നെ വിരോധിച്ചിരുന്നു. जब बात बहुत बढ़ गई तो ब्रिटिश सरकार को एक जांच आयोग बिठाना पड़ा. ഈ ശബ്ദമുയർത്തി വിരോധിച്ചപ്പോഴേക്കും കാര്യങ്ങൾ കൂടുതൽ വഷളാവാൻ തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു എൻക്വയറി കമ്മീഷൻ, ജാഞ്ച് ആയോഗ് പറഞ്ഞ അന്വേഷണത്തിനായി ഒരു വിഭാഗം രൂപീകരിക്കപ്പെട്ടു. इस आयोग के सामने गवाही देने के लिए गोखले 1896 में इंग्लैंड गए. ഈ ആയോഗത്തിൽ ഒരു കമ്മീഷൻ രൂപപ്പെട്ടപ്പോൾ അതിനു വേണ്ടിയിട്ട് തെളിവിനായി गोपाल कृष्ण गोखले 1896 इंग्लैंडिൽ പോയിരുന്നു. गोखले ने निर्भीक होकर सरकारी अफसरों के खर्चों के आंकड़े आयोग के सामने रखे.